പെരുമ്പടപ്പിലെ കുടിവെള്ള മലിനീകരണ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. സമരത്തെ തുടർന്ന് അധികൃതർ നടത്തിയ ചർച്ചയിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. പെരുമ്പടപ്പ് മേഖലയിലെ കുടിവെള്ളത്തിൽ മലിനജലം കലരുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ LDF ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു പരാതി പറഞ്ഞാൽ ആ പരാതി ഒരാഴ്ച കഴിയുമ്പോൾ സ്ഥലത്ത് നിന്ന് പരിശോധിക്കും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കോൺട്രാക്ടർ വരും. പിന്നത്തെ ആഴ്ച കോൺട്രാക്ടറിന്റെ പണിക്കാരൻ വരും. പിന്നത്തെ അടുത്ത ആഴ്ച പണിക്കാരന്റെ കൂടെ വേറെ ആരെങ്കിലും വരും. എന്നിട്ടൊന്ന് കുഴിച്ചു നോക്കും. കുഴിച്ചു നോക്കുമ്പോൾ ഇവിടെ എല്ലാന്നും പറഞ്ഞ് പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കുഴിക്കാൻ വരും. ഇതൊരു നാടകം അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കലാപരിപാടി പോലെ നമ്മുടെ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി കയറി കഴിഞ്ഞാൽ ചില ആളുകളിലേക്കും ധാരണ എനിക്ക് ശമ്പളം കിട്ടിയാൽ മതി, എന്റെ ശമ്പളം കിട്ടുന്നതിന് ആവശ്യമായി എന്റെ ജോലി സംരക്ഷിക്കുക എന്നത് മാത്രമാണ് എന്റെ കർത്തവ്യം എന്ന് വിശ്വസിക്കുന്ന കുറച്ചെങ്കിലും ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കകത്തുമുണ്ട്. അതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതലുള്ള ഒരു വെള്ളാന ഡിപ്പാർട്ട്മെന്റായി മാറുകയാണ് വാട്ടർ അതോറിറ്റി. പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക, പമ്പിംഗ് സമയം വർദ്ധിപ്പിക്കുക, പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. കാലപ്പഴക്കം വന്ന പൈപ്പുകൾ മാറ്റി നൽകാമെന്ന് പറഞ്ഞു മാത്രമല്ല, അടിയന്തരമായി ഇതിന് പരിഹാരം കാണുന്നത് വരെ ടാങ്കറിൽ വെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. 1 മാസവും 6 ദിവസവും കഴിഞ്ഞപ്പോൾ സ്ഥിതിയിൽ ഒരു മാറ്റവും ഇല്ലാത്തതിന്റെ പേരിൽ സമരത്തിന്റെ വേലിയേറ്റമാണെന്ന് പെരുമ്പടപ്പ് ജനത അനുഭവിക്കുന്നത്. അത്രയ്ക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് ഒരു 2ാം ഘട്ടം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ സമരത്തിൽ എത്തിച്ചേർന്നത്. ഡിവിഷൻ കമ്മിറ്റി ചെയർമാൻ NE അലക്സാണ്ടർ സമരത്തിന് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ MS ശോഭിതൻ, K സുരേഷ്, KP മണിലാൽ, ഡിവിഷൻ സെക്രട്ടറി അനിൽ ആനന്ദൻ, കൗൺസിലർ NX ലിഖിത, VT മധുസൂദനൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ ഡിവിഷനിലെ കാണകളിലൂടെയും തോടുകളിലൂടെയും പോയിരിക്കുന്ന പൈപ്പുകളെല്ലാം മാറ്റിത്തരണമെന്നുകൊണ്ട് പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിയെ സമീപിച്ചിട്ടും ഇതിന് ഒരു ഉത്തരവ് കിട്ടുന്നു. മാത്രമല്ല, അവിടെയുള്ള വ്യക്തികൾ ഇതിനു വേണ്ടി പൈപ്പ് സ്പോൺസർ ചെയ്തിട്ടും ഇതൊന്ന് മാറ്റിയിടുവാനുള്ള സംവിധാനം, അല്ലെങ്കിൽ അവിടെ അത് മാറ്റിയിട്ട് ഇത് വെള്ളം വരുന്നുണ്ടോ, ആളുകളുടെ ആവശ്യം പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലും ഒരു ഉത്തരവാദിത്വത്തോടെ അവർ ചെയ്യുന്നു. ഉപരോധത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്മേലാണ് LDF ഉപരോധ സമരം അവസാനിപ്പിച്ചത്. എല്ലാവർക്കും അറിയാം, സാധാരണ സമരങ്ങൾ ഇതൊരു വഴിപാട് സമരമല്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ ഈ പ്രശ്നത്തിന് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിച്ചില്ലെങ്കിൽ ഒരു തർക്കവുമില്ല. ഈ ആഫീസിൽ ആരും കയറി അങ്ങനെ മര്യാദക്ക് ജോലിയെടുത്ത് ശമ്പളം മേടിച്ചു പോകാനൊന്നും ആരും കരുതണ്ട. അനിശ്ചിതകാല നിരാഹാര സമരവും പ്രക്ഷോഭ സമരവും എല്ലാമായിട്ട് വരും ദിവസങ്ങളിൽ വരും. അതിലേക്ക് ഞങ്ങളെ നയിക്കരുത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളൂരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.